ഹലോ, ഞാൻ ലിബില്ലി. അപ്പോൾ ഞാൻ ജയ് ഗണേഷ് സിനിമ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ജയ് ഗണേഷ് സിനിമ എന്ന് പറഞ്ഞാൽ ഉണ്ണിമൂന്നൻ്റെ ഒരു വൺ മൻ ഷോ. അതായത് വീൽ ചെയറിലിരുന്ന് ഉണ്ണിമൂന്നൻ്റെ ഒരു വൺ മൻ ഷോ അങ്ങനെ വേണം പറയാൻ. അതായത് ഉണ്ണിമൂന്ന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, അപ്പോൾ പുള്ളി വീൽ ചെയറിലിരുന്നാലും പുള്ളിയുടെ ഇൻ്റലിജൻസ് കാര്യങ്ങൾ അത് ഉപയോഗിച്ച് ഒരു കൊച്ചിൻ്റെ മിസ്സിങ് കേസൊക്കെ അന്വേഷിക്കുന്നത് അതൊക്കെ രസമായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്, രസമായിട്ട് തോന്നി. പിന്നെ പടത്തിനെക്കുറിച്ച് എനിക്കൊരു പോരായ്മ തോന്നിയതെന്ന് പറഞ്ഞാൽ ഉണ്ണിമൂന്നിൻ്റെ ചില ഡയലോഗ്സ് അതങ്ങോട്ട് ഇമോഷണൽ ആകുമ്പോൾ പുള്ളിയുടെ ഡയലോഗ് ഒരു കണക്റ്റ് ആവാത്ത പോലെ, അത് തിരിയാത്ത എന്തോ ഒരു ബ്ലറർ വന്നിക്കണ പോലെ സൗണ്ടിൽ. കാരണം നമുക്കത് മനസ്സിലാവുന്നില്ല. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. മൊത്തത്തിൽ പറയണമെങ്കിൽ നല്ലൊരു പടമാണ്. അതിൽ അഭിനയിച്ചത് എന്താ എല്ലാവരും നല്ല കിട്ടില്ല. അതായത് എനിക്ക് പേര് കൃത്യമായിട്ട് ഇപ്പോൾ ഉണ്ണിമൂന്നൻ്റെ പേര് പറയാം, അതേപോലെ തന്നെ മഹിമ നമ്പ്യാർ, പിന്നെ ഇല്ല, ആൾക്കാരുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. എന്തായാലും അഭിനയിച്ച എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഉണ്ണിമൂന്നൻ്റെ നല്ലൊരു പടം. അതായത് ഇതൊരു അമാനുഷിക, പേര് കേൾക്കുമ്പോൾ ഒരു അമാനുഷിക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അതായത് അമാനുഷികം എന്ന് പറയുമ്പോൾ അതായത് സൂപ്പർ ഹീറോ ടച്ച് വരണതിൻ്റെ കാരണം തന്നെ ആ കൊച്ച് കാണുന്ന ഒരു സ്വപ്നം, കൊച്ച് വിചാരിക്കുന്ന പോലെ ഒരു രീതിയിലാണ് അതിലൊരു കഥാപാത്രം ചെയ്തിരുന്ന ഒരു കൊച്ച് ഇങ്ങനെ ജയ് ഗണേഷ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോ അങ്ങനത്തെ ഒരു പരിവേഷം കൊടുത്തോളൂ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു അമാനുഷിക കഥാപാത്രമോ അങ്ങനെയൊന്നുമല്ല. ഒരു സാധാരണ നോർമൽ മനുഷ്യനാണ്. എന്നാൽ പുള്ളിക്ക് കുറച്ച് ഇൻ്റലിജൻസ് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. എന്തായാലും പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പടം ഞാനൊരു 4 കൊടുക്കുന്നു ഔട്ട് ഓഫ് 5. എന്തായാലും കണ്ടു നോക്കുക, നല്ല പടം.